പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യമുള്ള തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഇൻഗ്രേസ് പ്രെയർ ഫെലോഷിപ്പ് സൂം പ്ലാറ്റ്ഫോമിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുള്ള ക്രിസ്തീയ വന്ദനത്തെ പ്രാരംഭമായി അറിയിച്ചു കൊള്ളട്ടെ. ഇതിന്റെ അഡ്മിൻ അല്ലെങ്കിൽ അധ്യക്ഷയായിരിക്കുന്ന ഇന്നത്തെ ലീഡർഷിപ്പ് ആയിരിക്കുന്ന സിസ്റ്റർ ബീന അജയ്, അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ചെയ്ത കെസിയ ആൻഡ് ജോഷ്ന, പ്രിയപ്പെട്ടവർ, അതുപോലെ ഇന്നത്തെ പകൽ സമയം കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഈ കാലഘട്ടം വളരെ ഭയാനകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന വാർത്തകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാ പ്രിയമുള്ളവരെ നമ്മൾ ആയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ മീഡിയ ഓപ്പൺ ആക്കിയാൽ, അതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന പത്രവാർത്തകൾ, ഇതൊക്കെയും കാണുമ്പോൾ നമ്മുടെ ഈ കേരളത്തിലെ വാർത്ത തന്നെയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും, അല്ലേ? കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പേ അമ്മ മകന് പണം നൽകിയില്ല. എന്തിനാ? മദ്യപിക്കാൻ. അമ്മ പറഞ്ഞു, മോനെ ഒരു കുപ്പി മതി, ഇനിയും കുടിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ മകൻ ആ അമ്മ പണം കൊടുക്കാത്ത വാശിക്ക് എന്ത് ചെയ്തു? ആ അമ്മയെ കൊല്ലാനിടയായി. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ പ്രിയമുള്ളവരെ. ഇന്ന് പകൽ സമയവും ഞങ്ങൾ റാന്നിയുടെ വിവിധ മേഖലകളിൽ പോയി കർത്താവിന്റെ മാറ്റമില്ലാത്ത തിരുവചനം പ്രസംഗിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇവിടെ എത്ര പേർക്ക് എന്നെ അറിയാം എന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും നമ്മളെ എല്ലാവരെയും അറിയുന്ന ഒരു കർത്താവ് ഈ രാത്രി വന്നിട്ടുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? കർത്താവ് പറയുന്നു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് കർത്താവുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി സമയം നമ്മളെ അറിയുന്ന ദൈവം. ഞാൻ പലപ്പോഴും ഓർക്കും, പല പ്രിയപ്പെട്ടവരെ നമുക്ക് മുഖപരിചയമുണ്ട്, പക്ഷെ പേരോർക്കത്തില്ല, അല്ലേ? മുഖപരിചയമുണ്ട്, പേരോർക്കത്തില്ല. എന്നാൽ കർത്താവിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ നമ്മെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുക. യെസ്, ഇന്ന് ഇവിടെ ഈ സൂം മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കർത്താവ് പേർ ചൊല്ലി വിളിച്ചിരിക്കുക. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ആമേൻ, ആമേൻ. അങ്ങനെയെങ്കിൽ നമ്മളെ അറിയുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാ. ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമ്മൾ കേട്ടു. ഞാൻ അല്പമേ കേട്ടുള്ളൂ, അപ്പോൾ തന്നെ എൻ്റെ നെറ്റ് പോയി. എനിക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. എന്നിരുന്നാലും ഹല്ലേലൂയ, കർത്താവിന് ഇന്ന് രാത്രി ചെയ്തെടുക്കേണ്ടത് കർത്താവ് ചെയ്തിരിക്കും. ആമേൻ. നമ്മൾ ആത്മാവ് കൊണ്ട് ഒന്നിച്ചിരിക്കുമ്പോൾ ശരീരം കൊണ്ട് ദൂരത്താണെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില ക്രിയകൾ ചെയ്തിരിക്കും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ബീന സിസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കാരണം ഇങ്ങനെ ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന സഹോദരിമാരെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. ബീന സിസ്റ്ററെ വീണ്ടും കർത്താവ് ശക്തമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പോകുക. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അന്ത്യകാലത്ത് ഞാൻ സർവ്വ ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന്. ആമേൻ. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മൾ മടി കൂടാതെ ഓടിക്കോണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ചിലരെ കൂടി ആ തീയിൽ നിന്ന് വലിച്ചെടുപ്പാൻ കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഓടുവാനുള്ള കൃപ ദൈവം നമുക്ക് ഏവർക്ക് നൽകട്ടെ. ഇങ്ങനെ മുഖവര പറഞ്ഞ് എൻ്റെ സമയം പോകും. ദൈവത്തിന്റെ സ്തോത്രം. ബീന സിസ്റ്റർ, എനിക്ക് തോന്നുന്നു എത്ര സമയമാണെന്ന് പറയാൻ പറ്റുമോ? ബീന സിസ്റ്റർ, എത്ര സമയം വരെ ഉണ്ട്? 9 മണി വരെ ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഓ ലോർഡ്, ഹല്ലേലൂയ. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യം ഒരാൾ വായിച്ച് സഹായിക്കാമെങ്കിൽ അത്രയും ഉപകാരമായിരിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യം. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിലേക്ക് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് ഉത്തരം പറഞ്ഞു.
അവർ എന്നെ Praise the Lord. Praise the Lord. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്നെന്റെ പ്രസംഗ വിഷയം കർത്താവിന്റെ വാക്ക് അനുസരിച്ചവരെ പറ്റിയുള്ളതാണ്. കർത്താവിന്റെ സ്തോത്രം. നമുക്കറിയാം, നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, പുത്രനാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പിതാവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരികയാ. വചനം അവിടുത്തേതാ പിതാവേ, അടിയങ്ങൾ അവിടുത്തേതാ കർത്താവേ. ഇന്നു രാത്രി സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോ ആമീൻ വചനം അയച്ചു വിടുവിക്കുന്ന രാത്രിയാകിയാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. വചനം ആകുന്ന ക്രിസ്തു എവിടെയെല്ലാം വെളിപ്പെട്ടുവോ അവിടെയെല്ലാം വിടുതൽ വ്യാപരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അത് അനുഭവിച്ചറിയുന്നു കർത്താവേ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സമയം സൂമിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ബന്ധിക്കപ്പെട്ടവരുടെ ബന്ധനം അഴിഞ്ഞു മാറട്ടെ. ഇന്ന് രാത്രി ഞങ്ങൾ വിടുതൽ പ്രാപിച്ച് സന്തോഷത്തോടെ മടങ്ങുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപ നൽകണം. മഹത്വം പിതാവ് എടുക്കണം. യേശുപ്പച്ചന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. പ്രിയമുള്ളവരെ, ഇത് അനേക കർത്തൃദാസന്മാർ ദാസിമാർ പ്രസംഗിച്ച് അതുപോലെ നമ്മളും വായിച്ച് നമുക്കും ഇതിന്റെ ആഴമായിട്ട് അറിയാം അല്ലേ. എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ട ചില കാര്യങ്ങൾ പറഞ്ഞ് ദൈവസന്നിധിയിൽ താണിരിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ചു ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യം നമ്മൾ വായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ പത്രോസിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഈ പത്രോസ് എന്ത് ചെയ്തെന്ന് അറിയണ്ടേ? അവൻ രാത്രി മുഴുവനും വല എറിഞ്ഞിട്ടും ഒന്നും കിട്ടാതെ ക്ഷീണിച്ചിരുന്ന ഒരു വിദഗ്ധനായ മീൻപിടുത്തക്കാരനാണ് ആര്? പത്രോസ്. നമുക്കറിയാം പത്രോസിലേക്ക് ആരാണ്? ഒരു മീൻപിടുത്തക്കാരന്. എവിടെ വല എറിഞ്ഞാൽ മീൻ കിട്ടുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. പക്ഷെ അദ്ദേഹം അന്ന് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടു, പക്ഷെ ഒന്നും കിട്ടിയില്ല. ശൂന്യപ്പെട്ട പടകുമായി നിരാശ ഉള്ളിൽ ഒതുക്കി അദ്ദേഹം അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കർത്താവ് അങ്ങോട്ട് വരുന്നത്. അവിടെ 2 പടകുണ്ടായിരുന്നു. അതിൽ ഒന്നിൽ കർത്താവ് കയറിയിട്ട് പറയുക, അല്പം നീക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ പടകിൽ യേശു കർത്താവ് കയറിയപ്പോൾ ശീമോനോട് പറയുകയാണ്, നീ അല്പം ഒന്ന് നീക്ക്. അവൻ അതനുസരിച്ചു. പക്ഷെ ഒരു കാര്യം, അപ്പോഴും അവന്റെ ഹൃദയത്തിൽ എന്താണ്? അലയടിക്കുക. രാത്രി മുഴുവനും അധ്വാനിച്ചു, എന്റെ കരത്തിൽ ഒന്നുമില്ല. ഇത് അവൻ നാഥനോട് പറയുന്നില്ല. കേട്ടോ, ഇന്ന് രാത്രി സമയം ദൈവത്തിന്റെ ആത്മാവ് ചിലരോടൊക്കെ ദൂത് പറയുക, നിന്റെ ഹൃദയ അകത്തടങ്ങളിൽ ആരോടും പറയാതെ അലയടിക്കുന്ന വിഷയമുണ്ടല്ലോ. ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുകയാ. കർത്താവിന്റെ വാക്കനുസരിച്ച് നിൽക്കുന്നുവെങ്കിൽ 2025 തന്നെ അതിന് മറുപടി ലഭിക്കും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. ഇവിടെ വളരെ നിരാശയോടെ നിൽക്കുന്ന പത്രോസിനോട് പറയുകയാണ്, അവൻ ആ നിരാശ പുറത്ത് കാണിച്ചില്ല, അവൻ യേശു കർത്താവിനോട് പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ നമ്മുടെ ഹൃദയങ്ങളെ നിരൂപണങ്ങളെ അറിയുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. മനുഷ്യൻ നമ്മളെ പുറമേ നോക്കി പലതും പറയും പ്രിയമുള്ളവരെ. അങ്ങനായിരുന്നു, ഇങ്ങനായിരുന്നു, അങ്ങനൊക്കെ പറയും. പക്ഷെ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു പിതാവില നമ്മൾ ആശ്രയിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി സമയം ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ചിലത് സംസാരിക്കാനുണ്ട്, ചിലത് ചെയ്തെടുക്കാനുണ്ട്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുക. കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വായിക്കേണ്ട, ഞാൻ തന്നെ അത് വായിച്ചു പറയാം. ഹല്ലേലൂയ. 55:11 പറയുകയാണ്, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും, അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരത്തില്ല. ആമേൻ. എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ കോഴഞ്ചേരിയിൽ നിന്ന് ഈ വചനം പ്രസംഗിക്കുമ്പോൾ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങളുടെ അടുക്കൽ കടന്നു വന്ന് വിടുതൽ വ്യാപരിക്കുക.
പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അടുക്കൽ മാത്രമല്ല, നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിന്മേൽ, നമ്മുടെ തലമുറയുടെ വിഷയത്തിന്മേൽ, ആമീൻ ഹല്ലേലൂയ. ഈ രാത്രി സമയം എനിക്കറിയാം ചില മാതാക്കൾ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുകയാ. എൻ്റെ കുഞ്ഞിന്റെ വിഷയം എന്താകും? ആമീൻ ഹല്ലേലൂയ. കർത്താവേ നീ കേൾക്കുന്നില്ലയോ, കർത്താവേ നീ കാണുന്നില്ലയോ എന്ന് ചോദിക്കുന്ന ചോദ്യചിഹ്നമുണ്ടല്ലോ. ഇന്ന് രാത്രി സമയം ദൈവത്തിന്റെ വചനം പറയുകയാണ്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല. ആമീൻ ഹല്ലേലൂയ. ആമീൻ. എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സമയം പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കരം ചലിക്കുക. പണ്ട് ഒരു മാതാവ് ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന്റെ കരം ചലിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. ദൈവത്തിന്റെ കരം ചലിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പ്രസംഗിക്കുന്നവരെ ലോകം അറിയും, പക്ഷെ പ്രാർത്ഥിക്കുന്നവരെ ലോകം അറിയത്തില്ല കേട്ടോ. അമ്മേൻ. ഇന്ന് രാത്രി സമയം പ്രാർത്ഥിക്കുന്നവനെ ലോകം അറിയത്തെങ്കിൽ ഇല്ലെങ്കിലും കർത്താവ് അറിയുന്നുണ്ട്. ആമേൻ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ആമേൻ. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലെന്ന് എനിക്കറിയാം. ഇവിടെ ബീന സിസ്റ്ററും നമ്മൾ ആദ്യമായിട്ടൂടെ ഇങ്ങനെ കാണുന്നല്ലേ. എന്നെ അറിയാമോ നേരത്തെ? ഇല്ല, ഇല്ല. സ്തോത്രം. എൻ്റെ പേര് ജിജി എന്നാണ്, ജിജി ബിനോദ്. എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ ബിനോദ് മാത്യു. ഞങ്ങൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിനോദ് മാത്യു ജനിച്ചു വളർന്ന സ്ഥലമാകുന്ന പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത്, അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലമാകുന്ന കോഴഞ്ചേരിയിൽ തന്നെ നീണ്ട 25 വർഷമായി കർത്തൃവേലയിലായിരിക്കുന്നു. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് കോഴഞ്ചേരി. നമ്മള് സ്തോത്രം 25 വർഷവും കർത്താവിന്റെ ദാസൻ തന്നെയാണ് പാസ്റ്റർ. ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ഇല്ല. ഇതിലുപരിയായിട്ട് ഇമ്മാനുവൽ ഗോസ്പൽ മിനിസ്ട്രി കോഴഞ്ചേരി എന്ന് പറയുന്ന ഒരു സുവിശേഷ പ്രവർത്തനമുണ്ട്. കേരളത്തിന്റെ 14 ജില്ലകളെ കേന്ദ്രീകരിച്ച് നടത്തപ്പെടുന്ന സുവിശേഷ പ്രവർത്തനമാണ്. ഇന്നും ഞങ്ങളുടെ പ്രസംഗത്തിൽ ഒരു മാതാവ് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാനിടയായി. കഴിഞ്ഞ ആഴ്ചയിലും അങ്ങനെ അനേകര് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. ആത്മഹത്യയുടെ വക്കിലിരിക്കുന്നവരെ, ആമേൻ ഹല്ലേലൂയ, ആ ആത്മഹത്യയുടെ വക്കിലിരിക്കുന്നവരെ രക്ഷിപ്പാൻ ആമേൻ ഈ വചനം കൊണ്ട് കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു, കോന്നിയുടെ പ്രദേശത്ത് ഞങ്ങൾ വചനവുമായി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഞങ്ങളെ ഇങ്ങനെ വലയം ചെയ്യുക. അവന്റെ കണ്ണുകൾ ചുമന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഓർത്ത് ഇത് സുവിശേഷ വിരോധിയാ, പ്രശ്നമുണ്ടാക്കാൻ വന്നതാ. പക്ഷേ അവൻ പ്രസംഗം കഴിഞ്ഞപ്പോൾ വിനോദ് പാസ്റ്ററിനെ മാറ്റി നിർത്തിയിട്ട് ആ പയ്യൻ പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ വീട്ടിലോട്ടൊന്ന് വരണം, പക്ഷെ എല്ലാരെയും കൂട്ടി വരത്തല്ല, നിങ്ങൾ 1-2 പേര് വരണം. അപ്പൊ ഞാനും കർത്താവിന്റെ ദാസനും വേറൊരു സഹോദരനും കൂടെ ആ വീട്ടിൽ ചെന്നു. പ്രിയമുള്ളവരെ, ഞാൻ സത്യമായിട്ടും പറയട്ടെ, ആ ചെറുപ്പക്കാരെ സ്നേഹിച്ചൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. ആ പെങ്കൊച്ചു പ്രഗ്നന്റാ. പക്ഷെ തുടർന്ന് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അന്ന് രാത്രി ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഈ ദൈവത്തിന്റെ വചനവുമായി ഞങ്ങൾ അവിടെ പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സമാധാനമില്ലാതെ അലഞ്ഞ് അവർ 3 അമ്മയും മോനും അവന്റെ വൈഫും കൂടെ ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന ആ ദിവസം അവിടെ പ്രസംഗിക്കുമ്പോഴാണ് ഇവൻ വന്ന പ്രസംഗം ഞങ്ങളെ ഇങ്ങനെ ചുറ്റിപ്പറ്റി റൗണ്ട് അടിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നി സുവിശേഷ വിരോധിയാണെന്ന്. പക്ഷേ അവന്റെ നീർന്ന ഹൃദയം സ്വർഗം കണ്ടു. അന്ന് അവന്റെ ഭവനത്തിൽ പോയി അവനെ ഹല്ലേലൂയ അവരുടെ വിഷയം ഞങ്ങൾ ക്ലിയർ ആക്കി കരത്തിന്മേൽ കരം പിടിപ്പിച്ച് അവരെ ആത്മഹത്യയുടെ വാക്കിൽ നിന്ന് രക്ഷിപ്പാനിടയായി. ഇതിന്റെ മുഴുമഹത്വവും ഞങ്ങൾ പിതാവാം ദൈവത്തിന് അർപ്പിക്കുക. പ്രിയമുള്ളവരെ, ഈ സൂം മീറ്റിങ്ങിൽ കടന്നു വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം, ദൈവം നമ്മളെ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ എന്ത് ചെയ്യണം? വിശാലമായിട്ടൊന്ന് തുറക്കണം. ആമേൻ. നമ്മൾ പറയും എനിക്ക് കഴിവില്ല, എനിക്കറിവില്ല. ഇതിനകത്ത് കഴിവില്ലാത്തവരാരുമില്ല. എല്ലാവർക്കും ദൈവം എന്ത് തന്നിട്ടുണ്ട്? കഴിവ് തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സമയം ഈ വചനമുണ്ടല്ലോ നമ്മുടെ തലമുറയുടെ അടുക്കൽ ചെന്നിരിക്കുക. എന്തിനാ? അവരെ ഈ ദിവസം വരെ അവരെ വ്യാപരിച്ചിരുന്ന അവരുടെ നന്മയ്ക്കെതിരെ, അവരുടെ ഭാവിക്കെതിരെ കെട്ടിയ കെട്ടുകൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ വചനം ചെല്ലുമ്പോൾ തന്നെ ആ വിഷയത്തിന്മേൽ വിടുതൽ വ്യാപരിക്കുക. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഇവിടെ ആമീൻ ഹല്ലേലൂയ പത്രോസ് ശ്ലീഹ എന്ത് ചെയ്തെന്നറിയാമോ? നാഥന്റെ വാക്ക് അങ്ങ് കേട്ടു. അവന്റെ നിരാശപ്പെട്ട ഹൃദയം കർത്താവ് കണ്ടിട്ട് പറയുക, ആമീൻ പത്രോസേ നീ ആഴത്തിലേക്ക്
നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കാൻ പത്രോസ്ലീഹ പറയുക, നാഥാ രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യുകയാ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കിയ. ഇന്ന് രാത്രി സമയം പ്രിയമുള്ളവരെ, ആ കർത്താവിന്റെ വാക്കിനൊന്ന് വലയിറക്കിക്കേ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില മറുപടികൾ, പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ, ദൈവത്തിന്റെ കരുതൽ നമുക്ക് കാണുവാൻ ഇടയാകും. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മൾ അവിടെ വായിക്കുന്നത് എങ്ങനെയാ? ആമീൻ. കർത്താവിന്റെ വാക്ക് അനുസരിച്ച മാത്രയിൽ പെരുത്ത മീൻകൂട്ടം വല കീറാറായി. പക്ഷെ ആ പടകല്ല, മറ്റേ പടകിനെ കൂടെ മാടി വിളിച്ചെന്ന. ഇന്ന് രാത്രി സമയം ഇവിടെ പകർന്ന ആ ആത്മീയ അഭിഷേകത്തിന്റെ ആ കൃപയുണ്ടല്ലോ, അത് പകരാൻ പോകുക. ആമീൻ. ബീന സിസ്റ്ററെ, ഇത്രയും പേരല്ല, ഇനി ആത്മാക്കൾ കടന്നു വരാൻ പോകുക. ഇത് രാജ്യങ്ങളിലൂടെ ആമീൻ, ദൈവത്തിന് സ്തോത്രം, പകരാൻ പോകുക. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. നമുക്കറിയാം, ഹല്ലേലൂയ, 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോൾ 15ന്റെ 22, 23 വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ആർക്കെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചാൽ നന്നായിരിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 15, 22, 23. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധന പോലെയും ആവുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞത് കൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇവിടെ പറയുകയാണ്, ആമീൻ, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ആമീൻ, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ, അല്ലെ? ഒന്നുകൂടെ ഒന്ന് വായിച്ചേ അത് വാക്യം. യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ആമേൻ. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. നമ്മൾ പലപ്പോഴും പറയും, ഇവിടെ പറയുന്നുണ്ട്, എന്താ പറയുന്നറിയാമോ സിസ്റ്ററെ? അതിന്റെ ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളെക്കാളും ശ്രദ്ധിക്കുന്നത് നല്ലത്. അടുത്ത വാക്യം. മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. മതി സിസ്റ്ററെ. ഇവിടെ പറയുന്നു മത്സരം എന്താണ്? ആഭിചാരദോഷം പോലെയാ. ഇന്ന് പകൽ സമയം പ്രിയമുള്ളവരെ, നമ്മൾ പറയും, അവര് കെട്ടി, ആ ബന്ധനം, ഈ ബന്ധനം, അങ്ങനെ ബന്ധനം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, മത്സരം ആഭിചാരദോഷം പോലെയും സാഠ്യം മിഥ്യാ പൂജ പോലെയും. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, ആമീൻ, ഹല്ലേലൂയ. നമുക്കറിയാം, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. അപ്പൊ ഏറ്റവും വലിയ കെട്ട ആടയിലായിരിക്കുന്നേ? കർത്താവിന് നന്ദിയോടെ സ്തോത്രം, അല്ലേ? നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സമയം, ആമേൻ, ഹല്ലേലൂയ, ശമൂവേലിന്റെ പുസ്തകത്തിലൂടെ നമ്മൾ കേട്ടു, മത്സരം ആഭിചാരദോഷം പോലെ, സാഠ്യം മിഥ്യാ പൂജ പോലെ. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അനുസരിച്ചോണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മത്സരികളാകരുത്. നമ്മള് സ്തോത്രം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നു. എന്താ പറയുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അങ്ങനെയല്ലേ സിസ്റ്റർ? വാക്യം എടുത്തോരൊന്ന് വായിച്ച് നോക്കിക്ക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്.
ആമേൻ. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-10 വാക്യം ഒന്നെടുത്ത് വായിച്ചു നോക്കിയിട്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, എന്റെ വിഷയത്തിൽ നിന്ന് റൂട്ട് മാറുന്നുണ്ട്, എനിക്ക് അറിയത്തില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63. എന്നാൽ അവർ മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു, താൻ തന്നെ അവരെ ചെയ്തു. കേട്ടോ? അപ്പം ആഭിചാരം എന്താണ്? മത്സരം ആഭിചാര ദോഷം പോലെ എന്ന് വചനം പറയുന്നു. ഇവിടെ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-10 പറയുന്നു, എന്താണ് പറഞ്ഞത്? അവർ മത്സരിച്ചു അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. ചില വിഷയങ്ങൾ കടന്നു വരുന്നത് എന്താണെന്നറിയാമോ? മത്സരം കൊണ്ടാ, പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ ആത്മാവ് എന്ത് പറഞ്ഞോ അതനുസരിപ്പാനുള്ള ഒരു കൃപ നമ്മൾ ഓരോരുത്തരും പ്രാപിച്ചെടുക്കണം. ഇന്ന് രാത്രി സമയം ഞാൻ വ്യക്തമായിട്ടും വിളിച്ചു പറയുന്നു, അനുസരിച്ചവരെ എല്ലാം ദൈവം അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അനുസരിച്ചവരെ എല്ലാം ദൈവം എന്ത് ചെയ്തെന്നറിയണ്ടേ? അനുഗ്രഹിച്ചു. നോഹയോട് പറഞ്ഞു, നോഹേ നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. നോഹയോട് പറഞ്ഞു, നോഹേ നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. എന്നിട്ട് നീ ലോകത്തോട് വിളിച്ചു പറയണം, ഭൂമിയിൽ മഴ പെയ്യാൻ പോകുക, ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കാൻ പ്ലാൻ ഇട്ടു. പക്ഷേ ഈ നോഹ മഴ കണ്ടിട്ടുണ്ടോ? ഈ നോഹ വെള്ളപ്പൊക്കം കണ്ടിട്ടുണ്ടോ? പക്ഷേ ഇത് എന്നോടോ നിങ്ങളോടോ ആണെങ്കിൽ പറയും, ഇത് നടക്കാൻ പോയോ? ഞാൻ നിങ്ങളെന്ന് പറയുന്നില്ല, ഞാൻ എന്നെ തന്നെ പറയുക. ഞാൻ മഴ കണ്ടിട്ടില്ല, വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ ഇത് നടക്കും? പക്ഷെ നോഹയുണ്ടല്ലോ, കർത്താവിന്റെ വാക്ക് വിശ്വസിച്ച് ദൈവം പറഞ്ഞ പ്ലാൻ പ്രകാരം നോഹ പെട്ടകം പണിതു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. എന്നിട്ട് നോഹ ലോകത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മഴ പെയ്യാൻ പോകുക, ജലപ്രളയത്താൽ ജനത്തെ മുഴുവനെ നശിപ്പിക്കാൻ ദൈവം പ്ലാൻ ഇട്ടിരിക്കുക, നിങ്ങൾ എല്ലാവരും പെട്ടകത്തിൽ കയറ്. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന്റെ വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ട മൃഗങ്ങള്, പക്ഷികളെല്ലാം ഈരണ്ടായി നോഹയുടെ വാക്ക് കേട്ട് പെട്ടകത്തിൽ കടന്നപ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിർമ്മിച്ച മനുഷ്യൻ പറഞ്ഞു, ഇവൻ ഭ്രാന്ത് പറയുന്നു, ഇവൻ വട്ടു പറയുന്നു എന്ന് പറഞ്ഞ് നോഹയെ നിന്ദിച്ചു. ഇന്ന് രാത്രി സമയം പറയട്ടെ, പക്ഷേ നോഹ മഴ കണ്ടിട്ടില്ല, നോഹ വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല. പക്ഷെ നോഹ ദൈവം പറഞ്ഞത് അനുസരിച്ചു, പെട്ടകം പണിതു. നോഹയോട് കർത്താവ് ചോദിക്കുക, നോഹയെ നീ പ്രസംഗിച്ചില്ലേ? പ്രസംഗിച്ചു. എന്നാൽ ജനം നിന്റെ വാക്ക് കേട്ടോ? നോഹ പറയുക ഇല്ല. എന്നാൽ കർത്താവ് പറയുക, എന്നാൽ നീയും നിന്റെ കുടുംബവും പെട്ടകത്തിൽ കയറി, വാതിൽ അടയ്ക്കുന്നത് ഞാനായിരിക്കും, നീയല്ല. ഇന്ന് രാത്രി സമയം ഹല്ലേലൂയ, ചില ജീവിതങ്ങളുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടത് എൻ്റെ കർത്താവ് തുറക്കാൻ പോകുക. അവൻ അടച്ചാൽ ആരും തുറക്കത്തില്ല, അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില നന്മയുടെ വാതിലുകൾ, ആമേൻ, ചില ഹല്ലേലൂയ മറുപടി ലഭിക്കാത്ത നിലയില്, ആമേൻ, ഹല്ലേലൂയ വാതിലുകൾ അടയപ്പെട്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ വചനം അനുസരിച്ചവർക്ക് വേണ്ടി ദൈവം അത്ഭുത വഴികൾ തുറന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ നോഹയുടെ കുടുംബം പെട്ടകത്തിൽ കയറി. മഴ പെയ്തോ? 40 പകലും 40 രാവും മഴ പെയ്തു. ഭൂമിയിൽ 150 ദിവസം വെള്ളം പൊങ്ങിയെന്ന അങ്ങനെ വചനം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ആ കാലഘട്ടത്തിലുള്ള ജനം മുഴുവനും ചത്തുപോയെന്ന വചനം പറയുന്നത്. ആമീൻ. അങ്ങനെ നോഹ എന്ത് ചെയ്തു? യഹോവയുടെ വാക്ക് അനുസരിച്ചു. അതുപോലെ അബ്രഹാമിനോടൊന്ന് ചോദിച്ചേ, അബ്രഹാം ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചോ? ആമീൻ. പ്രിയമുള്ളവരെ, നീണ്ട 25 വർഷം കാത്തിരുന്നിട്ടാണ് ആരെ കിട്ടിയത്? ആമീൻ, ഇസഹാക്കിനെ കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അബ്രഹാമിനോട് പറയുക, നീ ആ മകനെ കൊണ്ടൊന്ന് മോറിയ മല യാഗമർപ്പിക്കുക. ഇത് എന്നോടോ നിങ്ങളോടോ പറയുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? കർത്താവേ, നീണ്ട വർഷം ഉപവസിച്ച് കാത്തിരുന്നിട്ട് കിട്ടിയതാ, ഇപ്പം പറയാ യാഗമർപ്പിക്കാൻ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അബ്രഹാം ഉണ്ടല്ലോ, ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ചു.
പക്ഷേ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി സമയം എന്തോ എനിക്കറിയത്തില്ല, ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ആമേൻ. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ആമേൻ. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ദൈവത്തിന്റെ വചനം അയച്ച് വിടുവിച്ചു കൊണ്ടിരിക്കുക. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയും? ഏറ്റെടുക്കുന്നവരുടെ മേൽ അത്ഭുതങ്ങൾ വ്യാപരിക്കുക, അനുസരിക്കുന്നവരുടെ മേൽ അത്ഭുതം മറുപടി വെളിപ്പെടുകയാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒരു അനുഭവ സാക്ഷ്യം പറയാം. ഇന്നേക്ക് ഏതാനും മാസമല്ല, ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ ഞാനും കർത്താവിന്റെ ദാസനും കൂടെ തിരുവനന്തപുരത്ത് ഒരു മീറ്റിങ്ങിന് കടന്നു പോകുക. അപ്പൊ ഞങ്ങൾ ചെങ്ങന്നൂർന്നാണ് ട്രെയിനെ കയറുന്നത്. അപ്പൊ പ്രഭാതത്തില് 5:30 ഒരു ട്രെയിൻ ഉണ്ട്, അന്ന് മദ്രാസിൽ നിന്ന് വരുന്നതാ. അപ്പോൾ അനൗൺസ്മെന്റ് അവിടെ മുഴങ്ങി ട്രെയിൻ വരുന്നെന്ന്. അപ്പൊ ഈ ട്രെയിനെ കയറാനായിട്ട് ഞാനും കർത്താവിന്റെ ദാസനും ഞങ്ങൾ റിസർവ് ചെയ്തിട്ട് അവിടെ നിൽക്കുമ്പോഴുണ്ട് ഒരു കൊച്ചു കൈക്കുഞ്ഞുമായിട്ട് ഒരു സഹോദരി വന്നിട്ട് പറയുകയാ, ഞങ്ങൾ ഈ വെള്ളം ഇട്ടുകൊണ്ട് അവർക്ക് മനസ്സിലായി ഇത് പാസ്റ്ററും കുടുംബവുമാണെന്ന്. ഓടി വന്നിട്ട് പറയാ, സ്തോത്രം പാസ്റ്ററെ, എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ പാസ്റ്റർ ചോദിച്ചു, എന്തുവാ? അപ്പൊ പറഞ്ഞു, അവൻ ജനിച്ചപ്പോൾ അവന്റെ നട്ടലിനകത്തൊരു മുഴയാ. ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താൽ രക്ഷപ്പെടത്തില്ല. പക്ഷേ ഹല്ലേലൂയ, ഈ രണ്ടിലൊന്ന് തീരുമാനിച്ച് വേണം നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ. ഒന്നെങ്കിൽ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്താൽ തിരിച്ചു കിട്ടിയാൽ കുഞ്ഞിന്റെ തല വലുതായി വലുതായി വരും, പക്ഷേ അവൻ ഒരു അബ്നോർമൽ ആകും. അല്ല, ഇനി ഓപ്പറേഷൻ ഒരു കൊച്ചു കുഞ്ഞ്, എനിക്കൊന്ന് ഏതാനും 1 മാസമോ 2 മാസമേ ആയിട്ടുള്ളൂ, കുഞ്ഞു കൊച്ചാ. അപ്പോൾ അവർക്ക് വേറെ കമ്പാർട്ട്മെന്റാ. കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം സിസ്റ്ററെ. ഈ കുഞ്ഞിനെ കർത്താവ് സൗഖ്യത്തോടെ തരികയാണെങ്കിൽ കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാണോ? അവരുടെ വെപ്രാളത്തിൽ പറഞ്ഞു, ഞങ്ങൾ സമർപ്പിച്ചോളാം. പ്രിയമുള്ളവരെ, അവൾ എൻ്റെ നമ്പര് മേടിച്ചോണ്ട് പോയി. അവിടെ പേര് മാത്രം ഞങ്ങളുടെ തന്നു, കുളക്കട മിനിന്ന. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത്രയും കേട്ടു പോയി. സത്യം പറയാം, കാരണം ഈ കുഞ്ഞിനെ ഡോക്ടേഴ്സ് പറഞ്ഞ നട്ടലിനകത്ത് വലിയൊരു മുഴയാണ്. ആ മുഴ ഓപ്പറേഷൻ ചെയ്താൽ കുഞ്ഞിനെ തിരികെ കിട്ടത്തില്ല. അഥവാ കിട്ടിയാൽ കുഞ്ഞ് ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് ഒരേ കട്ടിലേക്ക് കിടക്കുന്ന കുഞ്ഞായിരിക്കും, എഴുന്നേൽക്കത്തില്ല. 2 നാൾ കുഴഞ്ഞ് ആ കുഞ്ഞിനെയും കൊണ്ട് അവർ ഹോസ്പിറ്റലിൽ പോയി. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഈ കുഞ്ഞ് മരിക്കത്തില്ല, കുഞ്ഞിനെ കർത്താവിന് വേണ്ടി സമർപ്പിക്കണം, അവൻ ആരോഗ്യത്തോടെ വരും. പ്രിയമുള്ളവരെ, ഈ വാക്ക് പറഞ്ഞ് ഞങ്ങൾ 2 പേരും 2 കമ്പാർട്ട്മെന്റിൽ കയറി യാത്ര തുടർന്നു. 1 മാസമായി, 2 മാസമായി, 3 മാസമായി, 4 മാസമായി ഒരു റിപ്ലൈയും കിട്ടുന്നില്ല, ഒരു ഫോൺ നമ്പറും ഇല്ല. എത്രയോ മിനിമാരുണ്ട് ആ ദേശത്ത്, ആരെയാ അന്വേഷിക്കാനാ? പക്ഷേ അപ്പോഴും ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളോട് തന്നെ ഇങ്ങനെ ഇടപെട്ടുക, കുഞ്ഞു മരിച്ചുപോയി കാണും, ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നേ? അപ്പോഴും ഞങ്ങൾ പറയുക, ഇല്ല മരിച്ചിട്ടില്ല, പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, 6-ാം മാസമായപ്പോൾ ഒരു ഫോൺ കോൾ, ആന്റിക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് ഓർക്കുന്നില്ല, എവിടുന്നാ, എങ്ങനാ? അപ്പോഴാ പറഞ്ഞ, നമ്മള് ഇത്രാം തീയതി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചൊരു കുഞ്ഞുമായിട്ട്. ഞാൻ ഉടനെ ചോദിച്ചു, ആ കുഞ്ഞിനെന്തി? ആ കുഞ്ഞിനെയും കൊണ്ട് അടുത്ത ഞായറാഴ്ച ചർച്ച വരികയാണെന്ന്. അവൻ ആരോഗ്യവാനായി ഇന്നും നല്ല മിടുക്കനായിട്ട് ഇന്ന് സൗദി അറേബ്യയിലാ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത്, കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല. വല്ലതുമുണ്ടോ? ഒന്നുമില്ല. കർത്താവ് ആമേൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ അത്ഭുതം നടക്കും. സാറാഫാത്തിലെ വിധവയെ ഒരുക്കിയ ദൈവം, ഏലിയാവിനെ പോറ്റിയ ദൈവം, ശൂന്യപ്പെട്ട പടകിനെ നോക്കി ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കാൻ പറഞ്ഞ ദൈവം, ആമേൻ, അവിടെങ്ങും പരാജയമല്ല, അവിടെല്ലാം വിടുതലിന്റെ സാക്ഷ്യമാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സമയം പറയട്ടെ, അവന്റെ വാക്കനുസരിച്ചാൽ വിടുതൽ നിശ്ചയമായിട്ടുമുണ്ട്. നമ്മൾ ഹല്ലേലൂയ മടങ്ങി വരട്ടെ. ആമീൻ, ഹല്ലേലൂയ. ഒരു അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ മകനെ കൊണ്ടൊന്ന് യാഗമർപ്പിക്കാൻ. അബ്രഹാം ആകെ നിരാശപ്പെട്ടു. ഇല്ല, ദൈവത്തിന്റെ വാക്ക് പോലെ അവൻ ചെയ്തു. അവൻ ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ബാലനുമായിട്ട് ആ നടന്നു കയറുന്ന അവസ്ഥയൊന്ന് ഓർത്തേ. ആമീൻ, അപ്പന്റെ ഹൃദയം എങ്ങനെയായിരിക്കും ഒന്ന് ഓർത്തേ പ്രിയമുള്ളവരെ. പക്ഷെ മോൻ ചോദിക്കുന്നുണ്ട്, അപ്പാ അമ്മീൻ ഹല്ലേലൂയ, വിറകുണ്ട്, അമ്മീൻ കത്തിയുണ്ട്, യാഗം അർപ്പിക്കാനുള്ള മൃഗം എവിടെ? ഉടനെ അപ്പം പറയാ, യഹോവ ഈരേ. ഇന്ന് രാത്രി സമയം ചില പ്രിയപ്പെട്ടവരോട് ചോദ്യചിഹ്നത്തിന് മറുപടിയായി ദൈവാത്മാവ് പറയുകയാണ്, യഹോവ ഈരേ. യേശുവിന്റെ നാമത്തില്, യേശു ക്രിസ്തുവിന്റെ
അധികാരമുള്ള നാമത്തില് യഹോവ ഈരേ, അതേ പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുക. ആമേൻ, ആമേൻ. കർത്താവ് നമുക്ക് വേണ്ടി കരുതിയിരിക്കുക. കഴിഞ്ഞ ആഴ്ച കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോഴത്തെ വീടുകൾക്കെല്ലാം 3 താക്കോലുണ്ട്. എന്നെ ആദ്യമായിട്ട് ചിന്തിപ്പിച്ചു കേട്ടോ. 3 താക്കോൽ അല്ലേ ഇപ്പോഴത്തെ വീടുകൾക്കെല്ലാം? എന്തുകൊണ്ട് 3 താക്കോല്? അമ്മ ഈ താക്കോല് നമ്മളൊന്ന് വചനപ്രകാരം ഒന്ന് പറഞ്ഞാല്, ആമേൻ, ഹല്ലേലൂയ, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾ തുറക്കും. അപ്പൊ ഈ 3 താക്കോല് കൊണ്ട് എന്ത് ചെയ്യണം? കർത്താവിനോട് യാചിക്കണം. കർത്താവ് പറയുവാ, നിങ്ങൾ അന്വേഷിക്ക്. കർത്താവ് പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തില്. ആമേൻ, ഹല്ലേലൂയ. വരും ദിനങ്ങളിലത്തെ മീറ്റിങ്ങിൽ ഇതിനകത്ത് കൂടിയ പല പ്രിയപ്പെട്ടവരെ അത്ഭുത സാക്ഷ്യം കേൾക്കും. ഞാൻ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് തന്നെ യുദ്ധം ചെയ്യും. ആമേൻ. അപ്പോൾ ഇന്ന് രാത്രി സമയം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ, കാരണം പരിശുദ്ധാത്മാവ് വീണ്ടെടുപ്പ് നാളിനായിട്ട് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിട്ട് കർത്താവ് പോയി. ആമേൻ. ഇനി നമ്മളെ കൊണ്ടുപോകുന്നത് ആരാ? പരിശുദ്ധാത്മാവാ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ രാത്രി സമയം പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച്, ആമേൻ, അഭിഷേകത്തിന്റെ ശക്തിയോടെ അന്യഭാഷയിൽ ആരാധിച്ച് നമ്മൾ ജയമെടുക്കണം. ഈ അന്യഭാഷയിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, ഞാനൊരു കാര്യം പറയാം. അന്യഭാഷ സംസാരിക്കുന്നത് മനുഷ്യനോടുള്ള ദൈവത്തോടത്രേ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ ഒരു സാക്ഷ്യം, ഈ സാക്ഷ്യം പറയുന്നതിന്റെ കാരണം, ആമീൻ, ഹല്ലേലൂയ, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ എന്ത് ചെയ്യും? മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നതാ. ആമീൻ, വിടുവിക്കുന്നതാ. ആമീൻ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിലമ്പൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങള് കർത്താവിന്റെ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി. അവിടെ 19 വയസ്സുള്ള ഒരു പെങ്കൊച്ച്, അവള് രക്ഷിക്കപ്പെട്ടതാണ്, അവള് സ്നാനപ്പെട്ടതാണ്. 1-ാമത്തെ ദിവസം അവള് ഭയങ്കരമായിട്ട് ആരാധിച്ചു. 2-ാമത്തെ ദിവസം ഭയങ്കരമായിട്ട് അന്യഭാഷ പോലെ ആരാധിച്ചു. 3-ാമത്തെ ദിവസത്തെ ആരാധനയിൽ ഇവൾ ആരാധിച്ച് ജെൻസിന്, പുരുഷന്മാരുടെ സ്ഥലത്ത് പോയി ഇവളങ്ങ് നിന്നു. ഇവിടെ മുടിയെല്ലാം കൂടി ഇവളങ്ങ് അഴിച്ച്, അപ്പോളേ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ മേൽ യഥാർത്ഥ ആത്മാവല്ലെന്ന്. പ്രിയമുള്ളവരെ, അന്ന് കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, കൃപയുള്ള സഹോദരിമാർ ഇവളെ ഇങ്ങോട്ടൊന്ന് മാറ്റി നിർത്താൻ പറഞ്ഞപ്പോൾ ആ സഹോദരിമാരെ പൂ പോലെ വലിച്ചെറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അടുത്ത പുരുഷന്മാരോട് പറഞ്ഞു, സഹോദരന്മാരെ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് അവളെ ഒന്ന് മാറ്റി നിർത്താൻ പറഞ്ഞപ്പോൾ അവിടെ അമ്മാച്ചനെ പിടിച്ച്, അത് കൃഷി വകുപ്പിലെ ഓഫീസറാ, വലിച്ചെടുത്ത് അവള് ജനലെ കയറ്റിയിരുത്തി. അത്രമാത്രം ശക്തിയുള്ളത്. ഈ ജിന്നെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, അന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആകെ നമുക്ക് തന്നെ ഒരു ഭീതി പോലെ വന്നു. ഭീതി എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലേ, ജഡമല്ലേ. കർത്താവിന് സ്തോത്രം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, നിന്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ അന്യഭാഷയിൽ നീ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അന്യഭാഷ പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോൾ ഇവൾ 2 ചെവിയും ഇങ്ങനെ അടച്ചു വെച്ചിട്ട് പറഞ്ഞു, ആ ഭാഷ പറഞ്ഞ് എൻ്റെ അടുക്കൽ വരല്, അത് കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. ഇന്ന് രാത്രി സമയം അന്യഭാഷ പറയാൻ മടിയുള്ളവർ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളിൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ അന്യഭാഷയിൽ ആരാധിച്ച് ജയമെടുക്കുമ്പോൾ അന്യായ ശക്തികൾ ഉരുകിപ്പോകുന്നത് നമ്മുടെ ദൃഷ്ടിയിൽ കാണാൻ സാധിക്കും. പറയട്ടെ, ഇവള് ആ അന്യഭാഷ പറഞ്ഞ് അങ്ങോട്ട് ഇവള് ഒരു മൂലയിലോട്ട് പോയി അവിടെ മറിഞ്ഞു വീണു. കർത്താവിന്റെ ദാസൻ കൈവച്ച് ആ ദുരാത്മാവിനെ ശാസിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അവളിൽ നിന്ന് കേട്ടത്, പറഞ്ഞത് എന്താണെന്നറിയാമോ? ജിന്നിന്റെ വ്യാപാരം. കേട്ടോണേ, വേറെ ആരുമല്ല, അവിടെ സ്വന്തം അമ്മ തന്നെ അവക്ക് കെട്ടിയതാ. അതിൽ ഒത്തിരി ചരിത്രം ഞങ്ങൾക്ക് കേൾക്കാനിടയായി. ഇന്ന് രാത്രി സമയം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മള് ഹല്ലേലൂയ ആമീൻ, ആഭിചാരക്കെട്ടുകള് അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷപ്രവൃത്തികൾ ഉണ്ടെങ്കിൽ ആത്മാവിൽ മുഴങ്കാലിൽ നിന്ന് ആരാധിച്ച് അഴിപ്പാനുള്ള കൃപ നമ്മുടെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അത് വ്യാപാരം ചെയ്യുന്നില്ല. അത് ഞാനും നിങ്ങളും ആമീൻ വ്യാപാരം ചെയ്യുന്നെങ്കിൽ നമ്മൾ ഹല്ലേലൂയ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടും. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയാനിടയാകും. ആമീൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയമുള്ളവരെ, ഇവിടെ ഹല്ലേലൂയ കർത്താവിന്റെ വാക്ക് കേട്ടനുസരിക്കുന്നവരെ പറ്റിയാണല്ലോ നമുക്കിവിടെ കേൾക്കാനിടയായത്. അടുത്തതായിട്ട് കാനാവിലെ കല്യാണത്തിന് നമുക്കറിയാം. അവിടെ കല്യാണത്തിന്റെ, ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ ആദ്യം ആരെ ക്ഷണിക്കണം? കർത്താവിനെ ക്ഷണിക്കണം.
ആദ്യ കർത്താവിനെ ക്ഷണിച്ചതിന് ശേഷമേ നിങ്ങൾ മറ്റുള്ളവരെ ക്ഷണിക്കാൻ പോകും. കർത്താവിനോട് പറഞ്ഞു, കർത്താവിച്ച എൻ്റെ മോടെ കല്യാണം അല്ലെ മോന്റെ കല്യാണമാ, അങ്ങ് വരണം കേട്ടോ, അങ്ങ് വന്നേ പറ്റത്തുള്ളൂ, അങ്ങ് വരണം. അമേൻ. അങ്ങ് മാത്രമല്ല പരിശുദ്ധാത്മാദേവും വരണം, ദൂതന്മാരെല്ലാവരും വരണം. പ്രിയമുള്ളവരെ, ബാക്കി കർത്താവ് നടത്തിക്കോളും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കാനാവിലെ കല്യാണത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അവരാദി കർത്താവിനെ, യേശുവിനെ, തൻ്റെ ശിഷ്യന്മാരെയും ക്ഷണിച്ചു. പക്ഷേ അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അവിടെ പ്രധാന വിഭവമായിരിക്കുന്ന വീഞ്ഞ് അങ്ങ് തീർന്നു പോയി. പക്ഷേ നമുക്കെല്ലാം കലവറയ്ക്കകത്ത് നിൽക്കുന്നവർ വെപ്രാളം ഒന്ന് ഓർക്കണം കേട്ടോ. നമ്മൾ ഈ ആഹാര സാധനങ്ങളൊക്കെ വിളമ്പുമ്പോൾ തീർന്നെന്ന് കേട്ടാൽ പിന്നെന്താ സന്തോഷമാണോ? പിന്നെ അങ്ങ് വെപ്രാളമാ, തീർന്നു, ഇനി എന്തോ ചെയ്യും, വെപ്രാളമാ. ഇത് അവിടെയും അത് സംഭവിച്ചു. പക്ഷേ കലവറയ്ക്കകത്ത് എന്ന യേശുക്രിസ്തുവിന്റെ അമ്മയാകുന്ന മറിയ മോനോട് പറയുക, മോനെ അവർക്ക് വീഞ്ഞില്ല, വല്ലതൊക്കെ ചെയ്യണമേ. ഉടനെ പറയാ, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഹല്ലേലൂയ, അമ്മ പറഞ്ഞിട്ട് അങ്ങ് പോയി. പക്ഷെ മോൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ, അമ്മ ഒരു വാക്ക് ശിഷ്യന്മാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ, ഓ നിങ്ങൾ അത് ചെയ്യണം. ഇന്ന് രാത്രി സമയം പറയട്ടെ, എൻ്റെ യേശു കർത്താവിൻ്റെ വചനം അനുസരിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി അവൻ കരുതിയിട്ടുണ്ട്. അവൻ വെറും കയ്യോടെ വിടത്തില്ല കേട്ടോ. അവൻ ശ്രേഷ്ഠമായത് തന്നെ മാനിക്കും കേട്ടോ. അത് കല്ലൽ ഇവിടം വിട്ടു പോയിട്ടല്ല, ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം നമ്മെ മാനിച്ചിട്ടേ വിളിക്കത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. പറയട്ടെ, ആമീൻ. കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുക, ആമീൻ, ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? ആ പുറംപറമ്പിൽ കിടക്കുന്ന കൽപാത്രം, ആ 6 കൽപാത്രങ്ങളിൽ കിണറ് കാണിച്ചിട്ട് പറഞ്ഞു, വെള്ളം കോരി നിറപ്പീൻ. പക്ഷെ ഒരു വ്യവസ്ഥ പറഞ്ഞു, വക്കോളമായിരിക്കണം. ആമേൻ, വക്കോളം നിറപ്പീൻ. പക്ഷേ അവര് മറുചോദ്യം ചോദിച്ചില്ല കേട്ടോ. അവര് പറഞ്ഞു, അന്നാ കർത്താവേ അവർക്ക് വീഞ്ഞില്ല, വീഞ്ഞാ വേണ്ടെന്ന് അവർ ചോദിച്ചോ? ഇല്ല. ആ യേശുക്രിസ്തുവിന്റെ അമ്മയാകുന്ന മറിയ പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ. ഇവിടെ ശിഷ്യന്മാർ അത് അനുസരിച്ചു. അനുസരിച്ച് കോരുന്നത് മൊത്തം എന്തായി? വീഞ്ഞായി തീർന്നു. അതുപോലെ ഞാൻ വേഗത്തിൽ കടന്നു പോകട്ടെ, നാം സമയം മുന്നോട്ട് നീണ്ടുപോവുകയാണല്ലോ പ്രിയമുള്ളവരെ. അതുപോലെ നമുക്കറിയാം, ആമേൻ, ഹല്ലേലൂയ. അടുത്തതായിട്ട് നമുക്ക് വായിക്കാനുള്ളത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 26-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 8:26. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്നുള്ള ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു. കേട്ടോണേ, അവിടെ നമുക്കറിയാം ഫിലിപ്പോസിനോട് പറയാണ്, നീ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. ആ നിർജ്ജനം എന്ന് പറഞ്ഞാൽ എന്താ? ജനമില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് തെറ്റുപറ്റുമോ? കർത്താവിന് തെറ്റുപറ്റത്തില്ല. കർത്താവ് ഫിലിപ്പോസിനോട് പറയാൻ, നീ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. പക്ഷെ ഫിലിപ്പോസ് അതങ്ങ് അനുസരിച്ചു. ആമേൻ. ഇത് ജിജി ആ നിർജ്ജനമായ ആൾക്കാരില്ലാത്ത സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞാൽ ഞാൻ പറയും, കർത്താവ് അവിടെ ഒന്നും ആരുമില്ലല്ലോ, പിന്നെ എന്തോ പോയി പ്രസംഗിക്കേണ്ട, ആൾക്കാരില്ലല്ലോ എന്ന് എൻ്റെ ഹൃദയത്തിൽ വരും. പക്ഷെ ഫിലിപ്പോസ് അങ്ങനല്ല. ഫിലിപ്പോസിന് അറിയാം, കർത്താവ് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയോ ഉണ്ട്. കർത്താവിന് സ്തോത്രം. ആ വാക്കനുസരിച്ച് ഫിലിപ്പോസ് പോകുമ്പോഴാണ് ഇതാ തേരിൽ ഒരുവൻ കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത നമ്മൾ ഓർക്കണേ. നമ്മളിപ്പോ ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ വീണ്ടും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുവോ? ഇല്ല. നമ്മൾ അടുത്ത ഉടനെ ഫുഡ് കഴിക്കുക, പോവുക, അല്ലേ? ആ സ്തോത്രം, ഉടനെ തന്നെ ഇത് ക്ലോസ് ചെയ്യുക. എന്നാൽ ഫിലിപ്പോസ് ഷണ്ണൻ എന്താ ചെയ്തെന്നറിയാമോ? അദ്ദേഹം പോയത് യെരൂശലേം ദേവാലയത്തിലാണ്. പോയിട്ട് അദ്ദേഹം ആരാധന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുക. എത്ര പേര് നമ്മളിൽ സഭായോഗം കഴിഞ്ഞ് വരുന്ന യാത്രയിൽ കാറയിലിരുന്നോ, സ്കൂട്ടറിലിരുന്നോ, ഓട്ടോയിലിരുന്നോ, അല്ലെ നടന്നു വരുമ്പോഴോ ബൈബിൾ വായിച്ചുകൊണ്ട് വരുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? കൈവൊക്കെ അറിയില്ല. ഉണ്ടോ? ഇല്ല. കാരണം ആശീർവാദം പറയാൻ നോക്കിയിരിക്കുക, ബൈബിൾ അടച്ച് ബാഗിനകത്ത് വെക്കാൻ. ഉടനെ നമുക്ക് അടുത്ത പുറപ്പാടാ. ദൈവത്തിന് സ്തോത്രം. ഇദ്ദേഹം ആരാണെന്ന് അറിയണ്ടേ? ഇദ്ദേഹം തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഇങ്ങനെ വായിച്ചു വരുമ്പോഴാണ് ഒരുവൻ വരുന്നു. അവൻ പറയുക, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ഉടനെ ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വ്യക്തി എന്താണ്? അദ്ദേഹം നല്ലൊരു മാന്യനായതുകൊണ്ട് പറയുക, പൊരുള് തിരിച്ചു തരാൻ ആരുമില്ല, പിന്നെ എങ്ങനെ ഗ്രഹിക്കും? ഉടനെ ഫിലിപ്പോസാ പറയുന്നേ, ഞാനൊന്ന് കയറി ഇരുന്നോട്ടെ. ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു? കയറിയിരുന്നു. പോകുന്ന യാത്രയിൽ
ആമീൻ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യാത്രയിൽ ഇതാ വെള്ളം, സ്നാനപ്പെടാൻ എന്ത് തടസ്സം? ഇതിനകത്താരെങ്കിലും യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാതെ സ്നാനപ്പെടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരോട് പറയാം, ഇപ്പോളാകുന്നു സുപ്രസാദ കാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. കാരണം മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, ആ നാമമാണ് കർത്താവ് യേശു ക്രിസ്തു എന്ന നാമം. അതുകൊണ്ട് താമസം വിചാരിക്കരുത്, വേഗത്തിൽ എന്ത് ചെയ്തോണം? ഈ കൽപ്പന അനുസരിക്കണം. കാരണം ഏത് നിമിഷവും കാഹളം ധ്വനിക്കും. ആമേൻ. കൈവിടപ്പെട്ടു പോകരുത്. ഈ ഷണ്ണൻ എന്ത് ചെയ്തെന്നറിയണ്ടേ? അദ്ദേഹം സ്നാനപ്പെട്ടു. അതിനുശേഷം പറയുന്നത് പീലിപ്പോസിനെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ സന്തോഷത്തോടെ പോയെന്ന. അപ്പൊ സ്നാനം കഴിഞ്ഞാൽ എന്താ കിട്ടുന്നറിയാമോ? കുടുംബം ഒന്നടക്കം സന്തോഷമുണ്ടാകും, ഭവനത്തിൽ ആനന്ദമുണ്ടാകും. ഇത് ഞങ്ങൾ വെറുതെ പറയുകയല്ല കേട്ടോ. ആമീൻ, ഹല്ലേലൂയ. ഇത് പെന്തിക്കോസ്തുകാർ കുറച്ച് കാര്യം അതല്ല പ്രിയമുള്ളവരെ. ഈ സത്യവേദ പുസ്തകം നമ്മളോട് വിളിച്ചു പറയുന്നു. ആമീൻ. നമ്മൾ മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമാകുന്ന, ആമീൻ, കർത്താവിന്റെ മാറ്റമില്ലാത്ത കൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച് വേർപാട് അനുഷ്ഠിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊണ്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്ന തന്റെ കാന്തയെ ചേർക്കാൻ യേശു വരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇവിടെ പീലിപ്പോസ് എന്ത് ചെയ്തു? കർത്താവിന്റെ വചനം കേട്ട് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്ത് പോയി അവിടെ ഷണ്ണനെ നേടാനിടയായി. ഇന്ന് രാത്രി സമയം പറയട്ടെ, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 5-ാം അധ്യായം 8-9 വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-9 വാക്യം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ അനുസരണത്തെ പറ്റി ഞാൻ പ്രസംഗിച്ചുവെങ്കിലും, കർത്താവിന്റെ കൽപ്പന അനുസരിച്ചവരെ പറ്റി ഓർപ്പിച്ചെങ്കിലും, നമ്മുടെ കർത്താവ് ആരായിരുന്നു? അവൻ അനുസരണമുള്ളവനായിരുന്നു. ഇന്ന് രാത്രി സമയം പറയട്ടെ, നമ്മുടെ കർത്താവ് ആമേൻ കല്ലല പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ആരാണ്? നമ്മുടെ കർത്താവ് അത്ഭുത മന്ത്രി, അടയാളങ്ങളുടെ ദൈവമാ, വീരനാം ദൈവമാ, നിത്യപിതാവാ, സമാധാന പ്രഭുവാ. ആ കർത്താവ് ഇന്ന് രാത്രി നമ്മളെ ഓരോരുത്തരെയും കാണുകയാ. ഇന്ന് രാത്രി സമയം ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യ പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മളെ കാണുന്ന ഒരു പിതാവുണ്ട്. മനുഷ്യൻ പുറമേ നോക്കുമ്പോൾ സ്വർഗം ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാ. ഹൃദയങ്ങളെ, അന്തരംഗങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവ് നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. ആ കർത്താവിന്റെ സന്ധിയിൽ നമ്മുടെ ഹൃദയം ഒന്ന് പകർന്നേ പ്രിയമുള്ളവരെ. നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ ഹൃദയം പകരുമ്പോൾ പലതും പറയും, പലതും നമ്മൾ കേൾക്കേണ്ടി വരും. എന്നാൽ തുറന്നു പറയാൻ ഒരിടമുണ്ടെങ്കിൽ നമ്മുടെ അപ്പന്റെ മാറിടം, അപ്പന്റെ കരത്തിൽ മാത്രമാ. ഇന്ന് രാത്രി സമയം ആമീൻ ഹല്ലേലൂയ, കർത്താവ് ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? കർത്താവ് ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നിന്റെ പ്രാർത്ഥന ശബ്ദം കേട്ട് പലരും പറയും, നിർത്ത, മതി. ആമീൻ, ഇത്രയും വേണോ? ഇത്രയും ആരാധിക്കണോ? ഇങ്ങനെയൊക്കെ വേണോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആമീൻ ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, തിമായുടെ മകനായ ബർത്തലോമായി ആമീൻ അവൻ കരയുക. അവൻ അറിഞ്ഞു ഇതിലെ ഒരുവൻ പോകുന്നുണ്ട്. അവൻ ആരാ? അവൻ സൗഖ്യദായകനാണെന്ന് അവന് മനസ്സിലായപ്പോൾ അവൻ നിലവിളിച്ചു. എന്നാൽ യേശുവിന്റെ കൂടെ നടക്കുന്നവർ പറയുക, മിണ്ടാതിരിക്ക്. അവനെ അമർച്ചയായി ശാസിച്ചപ്പോഴും അവന്റെ നിലവിളി ഉയർന്നു. ഇന്ന് രാത്രി സമയം വിടുതൽ വേണ്ടിയവർ അവരവരുടെ വായി കൊണ്ട് പറയാ, കർത്താവേ എന്റെ വിഷയം ഇന്നതാ, യേശുവേ എന്റെ വിഷയം ഇന്നതാ. എത്ര പേർക്ക് പറയാൻ കഴിയും പ്രിയമുള്ളവരെ? എത്ര പേർക്ക് പറയാൻ കഴിയും? ആമീൻ ഹല്ലേലൂയ, ആമീൻ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് നമ്മുടെ ഹൃദയം തുറന്നു പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അത് കർത്താവിന്റെ സന്ധിയാ. ഇന്ന് രാത്രി സമയം എത്ര പേർക്ക് പറയാൻ കഴിയും? ഓ, വിശ്വാസത്തോടെ നിങ്ങൾ പറ, വിശ്വാസത്തോടെ പറ, യേശുവേ എന്റെ വിഷയം ഇന്നതാ,
എനിക്കത് കഴിയത്തില്ല, എനിക്കത് അസാധ്യമാ. എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് അങ്ങ്. ഓ ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗിയുടെ മേൽ ആണിപ്പെടുന്നുള്ള കരം കർത്താവ് തൊടുകയാ, സൗഖ്യത്തിന്റെ കരം നീട്ടുകയാ. ഓ റാഫാ യഹോവ റീഖ ബലഗഡഗരഗസിയ റബലബ ശബലഗഡഗസിയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ, അത്ഭുത സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ, രോഗബന്ധനം അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുക. കൃപ പകരട്ടെ, കൃപ പകരട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയട്ടെ. റീബലഗഡഗരഗസിയ. നമ്മളിൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ ശക്തിയാൽ ഒന്ന് നിറഞ്ഞാട്ട് പ്രിയമുള്ളവരെ, അന്യഭാഷയിലൊന്ന് ആരാധിച്ചാട്ട് പ്രിയമുള്ളവരെ, അടങ്ങിയിരിക്കരുത്. നമ്മുടെ നാം ഉയർത്ത്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുക. കൃപ പകര, കൃപ പകര. റീബലബലബലബ ശിബാലഗഡഗരഗസിയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ആമീൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി സമയം ഞാൻ എൻ്റെ വാക്ക് ഇവിടെ നിർത്താൻ പോകുക. അവസാനമായി നമുക്ക് വായിക്കാം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യം വായിച്ച് ഞാൻ എൻ്റെ വാക്ക് ഇവിടെ നിർത്താൻ പോകുക. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യം. താങ്ക് യു ലോർഡ്, ഇൻ നെയിം ഓഫ് ജീസസ്. ക്രിസ്തേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ അഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പ്രിയമുള്ളവരെ, പക്ഷേ ആ ക്രൂശിലെ മരണത്തോളം അനുസരിച്ച പിതാവിനെ സകല നാമത്തിനും മേലായ നാമം നൽകി. സ്വർലോകരുടെയും അധോലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാലൊക്കെയും യേശു കർത്താവും എന്ന് വാഴ്ത്തിപ്പാടാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സമയം എന്നെ കേൾക്കുന്ന എൻ്റെ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞെ, കർത്താവ് പറയുന്ന വാക്കനുസരിപ്പാൻ തയ്യാറാണ്. ആരെല്ലാം നിന്നെ മറന്നാലും, ആരെല്ലാം നിന്നെ പുച്ഛിച്ചാലും, ആരെല്ലാം നിന്നെ വിടക്കുന്നെണ്ണിയാലും, അഖിലാണ്ടത്തിന്റെ ഉടയവനാകുന്ന കർത്താവ് നമ്മെ മാറോടെ ചേർക്കുക. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുക. നമ്മൾ പത്രോസിനെ പറ്റി നമ്മൾ വായിച്ചു. പത്രോസ് ലീഗ എന്ത് ചെയ്തു? യേശു കർത്താവിനെ 3 പ്രാവശ്യം തള്ളിയപ്പോഴും ആമീൻ ആ വായ് കൊണ്ട് തന്നെ 3 പ്രാവശ്യം നമുക്കറിയാം. ഹല്ലേലൂയ, ആ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നീ എന്നെ സ്നേഹിക്കുന്നുവോ? നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ഇന്ന് രാത്രി സമയം പ്രിയമുള്ളവരെ, നമ്മുടെ അരുമ പിതാവ് നമ്മുടെ അടുക്കൽ വന്ന് നമ്മളോട് ചോദിക്കുക, അമ്മ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നു? യേശു ക്രിസ്തുവിന്റെ നാമത്തില് ആ കർത്താവ് നമ്മെ മാറോട് അടക്കിയ ആ കർത്താവിന്റെ പാദപിടത്തിൽ അപ്പനോട് നമുക്കൊന്ന് അപേക്ഷിക്കാം. അപ്പാ, യബേസ് പറഞ്ഞതുപോലെ, അപ്പാ എന്നോട് മനസ്സലിയണം. ഇസ്രായേലിന്റെ ദൈവത്തോട് യബേസ് പറഞ്ഞു, അമേൻ, നീ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ അതിർ വിശാലമാക്കണം. അമേൻ, നിന്റെ കൈ എന്നോട് കൂടിയിരിക്കണം. അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വേണം എന്നെ കാക്കണം. അവൻ യാചിച്ചതെല്ലാം അവന് ലഭിച്ചു. ഇന്ന് രാത്രി സമയം, ഈ ഹല്ലേലൂയ സമയം, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ സർവശക്തനായ ദൈവം എനിക്ക് തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. എന്നെ ക്ഷമയോടെ കേട്ട എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. വിശേഷാൽ ബീന, അജയോടുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ എൻ്റെ വാക്ക് ഇവിടെ നിർത്തുന്നു. ഓർക്കുമ്പോഴൊക്കെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്, ആമേൻ, നമ്മുടെ ദൈവമായ കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഇവിടെ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് ഓൾ. മാറാനാഥ.